ഫ്രിഡ്ജിലിരിക്കുന്ന പോപ്കോൺ കണ്ടിട്ട് മനയ്ക്ക് ഒരു സമാധാനമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മന കുറേ നേരമായി എൻ്റെ പുറകെ നടക്കുന്നത്. നമുക്ക് ടി വി ഒക്കെ കാണുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിന്നു എടുത്ത് വെച്ചേക്കണത് കേട്ടോ. പക്ഷേ അവൾ കുളിക്കാൻ പോയതൊക്കെ നോക്കി മന്നത് എടുത്തുകൊണ്ട് എൻ്റെ തന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇതിൻ്റെ പുറകെ നടന്നിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഒന്നെങ്കിൽ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പാക്കറ്റ് പോപ്കോണും കൂടി പൊട്ടിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചൂടായി കഴിയുമ്പോൾ അങ്ങ് അടച്ച് വെച്ചാൽ മതി. തനിയെ അങ്ങോട്ട് റെഡിയായിട്ട് വന്നോളൂല്ലോ. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസേരയിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കണത് കേട്ടോ. എങ്ങാനും വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ ഒന്ന് പേടിച്ച് നിൽക്കണ പോലെയുണ്ട്. തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പൊട്ടിത്തെറിക്കും, ഇച്ചിരി അങ്ങ് നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഇല്ല പൊട്ടിത്തെറിക്കൊന്നുമില്ല, അമ്മ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. സാധാരണ പോപ്കോൺ ഞാൻ എപ്പോഴും കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതേപോലെ പാനിൽ ചെയ്യുമ്പോൾ ഇതാ നന്നായിട്ട് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. നല്ല രസമില്ലേ ഇങ്ങനെ പൊട്ടി പൊട്ടി വേന കാണാനായിട്ട്. അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ മന്നയുടെ സന്തോഷം കണ്ടോ, എന്തോ അത്ഭുതം നോക്കി നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത്. ഇതാ അവസാനം എല്ലാം പൊട്ടി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. തണുത്തൊന്നും പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. ഇപ്പോഴല്ലേ ഇങ്ങനെ പോപ്കോണൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഈ പാക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പാക്കറ്റ് ചിപ്സൊക്കെ മേടിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ മേടിക്കുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ ഇതൊക്കെ വളരെ റെയറായിട്ട് കിട്ടി അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പം കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മിന്നു കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനറിയാതെ നിങ്ങൾ ഇതിനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് മിന്നുൻ്റെ വക ചെറിയൊരു പരിഭവം. പിന്നെ മിന്നുവിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിക്കോളും, അത്രയും വഴക്കൊന്നുമില്ല കേട്ടോ. മന്നയുടെ ആ ഒരു പ്രായമല്ലല്ലോ മിന്നുൻ്റെ, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. പിന്നെ ദേ ടി വി ഒക്കെ വെച്ച് മിന്നു സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വാഴ 2 ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും ആ പിള്ളേർക്ക് 2 പേർക്കും മടുക്കാനില്ല കേട്ടോ. അതിനകത്തെ പാട്ടും അതേപോലെ തന്നെ ആ സീനും ഒക്കെ വീണ്ടും ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നോളും. ചേട്ടായിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ചേട്ടായി കഴിച്ചിട്ട് നേരത്തെ പോയി. ബാക്കിയുള്ളത് ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ദേ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കസേര ഇപ്പോൾ തിരിച്ചിട്ടായി ടി വി കാണല്ലേ.